Hey all, Neetu here. Welcome back to my channel. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ റീസെൻറ്റ് ടൈംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 6 വെഡ്ഡിങ് ഫോട്ടോസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെടുത്ത സിറ്റുവേഷനും പിന്നെ അതുപോലെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഒരു 2 months ബാക്ക് നടന്ന ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോനെ പറ്റിയാണ്. അപ്പം ഈ ഫോട്ടോ ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഒരു കല്യാണത്തിന് നമുക്ക് കണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ നിന്ന് ഷോട്ട് കിട്ടത്തേയില്ല. പള്ളിയിലുള്ള ആൾക്കാർ അച്ഛനും അവരൊന്നും സമ്മതിക്കില്ല ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മുടെ പള്ളിക്കുള്ളിൽ എസ്പെഷ്യലി പള്ളിക്കുള്ളിൽ തീരെ സമ്മതിക്കില്ല. പള്ളിയുടെ വെളിയിലാണെങ്കിലും അവർ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. പക്ഷേ ഈ കല്യാണം നടന്ന സമയത്ത് അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ. അവർ പറഞ്ഞ് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തോ എന്നുള്ള ഒരു ടൈം നമുക്ക് ഫുൾ ഫ്രീഡം തന്നു നമുക്കത് യൂസ് ചെയ്യാനായിട്ട്. ഞാനീ പറഞ്ഞത് പള്ളിക്കുള്ളിലെ ചടങ്ങിനെ പറ്റിയല്ല, ചടങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി അല്ല. നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കപ്പിളിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു പള്ളിയിൽ നമുക്ക് പള്ളിയുടെ പുറത്തുനിന്നല്ലാതെ പള്ളിയുടെ ഇൻഡോർ സ്പേസ് തന്നെ നമുക്കവർ ഒരുക്കി തന്നായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോട്ട് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു ഈ ഷോട്ട് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഇപ്പോൾ റീസെൻറ്റ് ചെയ്തതിൽ വെച്ച്. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നല്ല സൺസെറ്റിൻ്റെ ഒരു സമയമായിരുന്നു. അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു, ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് വിൻഡോയിൽ കൂടെ ഈ വരുന്ന സമയത്ത് വിൻഡോയ്ക്കുള്ളിൽ നിന്ന് എടുത്ത ഒരു ഷോട്ടാണിത്. അപ്പോൾ ഇതൊരു ഭയങ്കര ലൈറ്റിംഗ് ആണ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ലൈറ്റിംഗ് ആയിരുന്നു ആ സമയത്തത്തെ. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് തന്നെ അത്രയും മനോഹരമായിട്ട് കിട്ടുമ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ ഭയങ്കര ലെവലായിരിക്കും. അതായിരുന്നു ഈ ഫോട്ടോയുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ആ സമയത്ത് ഞാൻ തീരെ പ്ലാൻഡ് അല്ലാത്ത ഒരു ഷോട്ടായിരുന്നു ഇത്. അതായത് നമ്മൾ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ സിറ്റുവേഷനിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്ത ഈ ഒരു ഷോട്ടാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഷോട്ട്. പിന്നെ ഇപ്പോൾ പറയുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സെറ്റിനെ പറ്റിയാണ്. ഇത് ഇവരുടെ തന്നെ ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയിൽ കുറച്ച് ഫോട്ടോസാണിത്. അപ്പോൾ നമ്മുടെ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പം ശരിക്കും ഭയങ്കര മെമ്മറീസ് തരുന്ന ഒരു ഡേ ആയിരുന്നു അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മഴക്കാലത്തുള്ള മഴേനെക്കാട്ടിലും കൂടുതൽ മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയായിരുന്നു. കാര്യം ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം, നമുക്ക് ഫോട്ടോസ് കിട്ടിയില്ല, ഭയങ്കര മഴയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയത്. ഇത് അവർ വന്നിറങ്ങിയ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ വണ്ടിക്കുള്ളിൽ തന്നെ ലൈറ്റ് LC ഉപയോഗിച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണിത്. അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ആ മഴയും ആ ഒരു വൈബൊക്കെ എൻ്റെ മനസ്സിലോട്ട് വരും. ഇതും ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നില്ല. ഇതും ആ സിറ്റുവേഷനിൽ ഒന്ന് കിട്ടിയ ഒരു മാജിക്കൽ ഫോട്ടോ എന്ന് വേണം പറയാനായിട്ട്. മഴയായിട്ട് കോളാണെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ ഒരു മാജിക്കൽ ഫോട്ടോ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ തന്നെ ഒരു സെറ്റിൽ വേറൊരു ഫോട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈഡിനെ ഇറക്കുന്ന സമയത്ത് ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോഴും ഭയങ്കര മഴയായിരുന്നു. അപ്പം ബ്രൈഡിൻ്റെ ഫാദർ കൈ പിടിച്ച് ഇറക്കുന്ന ഒരു ഫോട്ടോ, അത് കുടയൊക്കെ പിടിച്ചിട്ട് ആ കുടയിൽ കൂടെ ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ ഇറങ്ങുന്ന ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണത്. ഇപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ തേർഡ് മോസ്റ്റ് ഫേവറേറ്റ് സെറ്റ് ഓഫ് ഫോട്ടോസാണ്. അപ്പം ഇതൊരു പ്രീ വെഡിങ് ഷൂട്ടായിരുന്നു. കാപ്പാട് ബീച്ചിൽ നിന്ന് ചെയ്ത ഒരു ഷൂട്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു ഷൂട്ടാണ്. നമ്മൾ ഏർലി മോർണിംഗ് ഷൂട്ട് തുടങ്ങിയിട്ട് പിന്നെ ഏതാനും ഒരു 1 hour കൊണ്ട് ഫിനിഷ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഇതിൽ ബീച്ച് ഷൂട്ട് നമ്മൾ യൂഷ്വലി എടുക്കുന്ന പോലത്തെ ഒരു ഒരു ടോൺസ് ഒന്നും അല്ല ഇതിന് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതെടുത്തത് മുഴുവൻ റോയിൽ എടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഗ്രേഡ് ചെയ്തെടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഷോട്ടും എനിക്ക് ആക്സിഡൻ്റൽ ആയിട്ട് കിട്ടിയ ഒരു ഷോട്ടാണെന്ന് വെച്ചാൽ
പ്ലാൻഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറച്ച് ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെറുതെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഫിഷിംഗ് ബോട്ടിന് ഭയങ്കര ഒരു ഭംഗി തോന്നിയായിരുന്നു. ഇവരുടെ ഡ്രസ്സുമായിട്ടൊക്കെ ഒരു കോൺട്രാസ്റ്റ് പോലെ തോന്നിയതുകൊണ്ടാണ് അതിലൊന്ന് ഇരുത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഏതായാലും ആ ഒരു ഫിഷിംഗ് ബോട്ട് ആ സമയത്ത് അവിടെ കിടന്നത്, ഇത്രയും കാലമായിട്ട് എന്നോട് ഇപ്പം ആൾക്കാർ പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്, ആ ബോട്ട് എവിടെ നിന്നാണ് അതെടുത്തേ, ഈ ബോട്ട് അവിടെ ഉള്ളതാണോ അങ്ങനെയൊക്കെ. പക്ഷേ അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു ആ സമയത്ത്, ആ ഒരു ഫിഷിംഗ് ബോട്ട് അവിടെ കിടക്കാനും അതിൽ കയറിയിട്ട് അവരുടെ ഫോട്ടോ എടുക്കാനും എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു. ഇപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോസിൽ ഒന്നാണത്, ഇവരുടെ പ്രീ വെഡിങ് ഷൂട്ട്. പിന്നെയുള്ള എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസിലെ ഒരു സെറ്റാണ് ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സെലിബ്രിറ്റി കപ്പിളായിട്ടുള്ള ഡോക്ടർ ബിന്നി പിന്നെ പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു പോസ്റ്റ് വെഡിങ് രീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ അവർ ട്രിവാൻഡ്രം സെറ്റിലാണ്, പക്ഷേ എന്നാലും എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടെയാണ്. ഇതവരുടെ ആക്ച്വലി ഒരു ഡ്രീം ഷൂട്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന് ആക്ച്വലി എറണാകുളത്തൊരു കോണ്ടസ കാറ് മോഡിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി റെഡി ആയിട്ടില്ലായിരുന്നു. ഇവർ എറണാകുളത്ത് കുറേ കാലമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു, പക്ഷെ അത് റെഡി ആയിട്ടില്ല. പക്ഷേ ആ കാറിൻ്റെ അവർ തന്നെ വേറൊരു കോണ്ടസ കാറ് നമുക്ക് ഷൂട്ടിനായിട്ട് തന്നതാണ്. ഈ ഫോട്ടോഷൂട്ട് അതിലാണ് നടന്നത്. അത് ഇവരുടെ ഒറിജിനൽ കാറ് ഓറഞ്ച് കളറായിരുന്നു, ഇവർ തന്നത് ഒരു യെല്ലോ കാറാണ്. അങ്ങനെയാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ആലുവ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടന്നത്. എൻ്റെ ഭയങ്കര ഇതൊരു പ്ലാൻഡ് ഷൂട്ട് തന്നെയായിരുന്നു. നമുക്കിത് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഇന്ന സ്ഥലത്ത് പോകണം, ഇതുപോലെ ഫീൽഡ് വേണം, അതുപോലെ ഈ കാറ് കോണ്ടസയുടെ കാറ് അവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തീമായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണിത്. ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവർ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ച ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഇത്. നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ BTS ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, എൻ്റെ ചാനലിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ഒരു വെഡ്ഡിങ് എന്ന് തന്നെ പറയാം, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടായിരുന്നു ഇത്. ഇപ്പം കാണിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റിൽ ഉള്ളതിലെ 5th സെറ്റ് ഓഫ് ഫോട്ടോസാണ്. അപ്പോൾ ഇത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ എൻ്റെ അതായത് ഒരു ഡ്രീം ആയിരുന്നു. അത് ഡ്രീം കം ട്രൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കൊരു വെഡ്ഡിങ് അവിടെ വടക്കുംനാഥന് മുന്നിൽ ചെയ്യണമെന്ന് ഭയങ്കര കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ കപ്പിളിൻ്റെ ഷൂട്ട് അവിടെ നമുക്ക് കിട്ടിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വെഡ്ഡിങ് നടന്നത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വടക്കുംനാഥൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വടക്കുംനാഥിൽ പോയി എടുത്ത ഒരു ഫോട്ടോ സീരീസാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ വെഡ്ഡിങ് എല്ലാം കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞ് വന്നെടുത്ത ഒരു ടൈം, അതായത് ഒരു ഈവനിങ് ടൈമായിരുന്നു. നല്ല ലൈറ്റിംഗ് ആയിരുന്നു. ഈ ഈവനിങ്ങിലെ ഒരു 5 കഴിഞ്ഞിട്ടുള്ള ആ ലൈറ്റിംഗ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്നതിന് ഒരു വലിയ ഭാഗ്യമാണ് ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിലെ ലൈറ്റിംഗ് ഭയങ്കര രസമായിരുന്നു. ഒരു ബാക്ക് ലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതെൻ്റെ അതായത് ഡ്രീമിലുണ്ടായിരുന്ന ഒരു ഷൂട്ടായിരുന്നു. പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഓപ്പോസിറ്റിലുള്ള ഒരു ക്ഷേത്രം ആയതുകൊണ്ട് നമ്മൾ വടക്കുംനാഥിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം കിട്ടി. അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വന്ന ഒരു കപ്പിളായിരുന്നു. പിന്നെയുള്ള എൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു ഫോട്ടോ സീരീസാണിത്. ഇത് ആക്ച്വലി മോഡൽ മീനാക്ഷിയാണ്, പുള്ളിക്കാരിയുടെ വുഡ്ബിയാണ്. അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് വെച്ച ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഇത്. പക്ഷേ ഇത് നമ്മൾ ഏറ്റവും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ക്വിക്കസ്റ്റ് ഫോട്ടോഷൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നൊരു
20 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തീർന്ന ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഇതിൽ നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര കോപ്പറേറ്റീവ്, അറിയാലോ ആക്ച്വലി മോഡലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫോട്ടോയ്ക്ക് മുന്നിൽ നന്നായിട്ട് പോസ് ചെയ്യാനും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് പോസ് ചെയ്യുകയും പിന്നെ അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഈ മീനാക്ഷി എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ഈ ഷൂട്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റിൽ വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വലിയ ടെക്നിക്കൽ സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ ക്രിയേറ്റിവിറ്റിയുടെ കാര്യമല്ല, ഇതിലെ ഒരു എന്താ പറയുക ഒരു വിൻറ്റേജ് ഒരു ലുക്ക് ഫീൽ തരുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള FACT എന്ന് പറയുന്ന ഒരു ക്വാർട്ടേഴ്സിലാണ് ഇതെടുത്തത്. അവിടെ ഫുൾ കാലിയായിട്ടുള്ള കുറേ ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കുറേ ഫോട്ടോഷൂട്ട് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഭയങ്കര പഴമ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പഴയ ഒരു വൈബുള്ള ഒരു ടൈപ്പ് ഡ്രസ്സിങ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഫോട്ടോ എടുത്തതും ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. എസ്പെഷ്യലി അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു. അതാണ് ഈ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.